ഹായ് ഓൾ, അസ്സലാമലൈക്കും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് അടിപൊളിയാക്കിയാലോ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഗസ്റ്റ് ഉണ്ട്. യൂഷ്വലി ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാന്ന് കരുതി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തലാണ്. കുഞ്ഞിപ്പിടി, കുഞ്ഞിപ്പത്തൽ, കക്കറൊട്ടി, അങ്ങനെ പല നാട്ടിലും ഇതിന് പല പേരാണ്. 6 മണിക്ക് തന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറെ ജോലികളൊക്കെ ഞാൻ രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവോള, ചെറിയുള്ളി, വെളുത്തുള്ളി ഇവയൊക്കെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ജോലികളൊക്കെ കുറെ ചെയ്തു വെച്ചാൽ നമുക്ക് കുക്കിംഗ് വളരെ ഈസി ആക്കാൻ പറ്റും. ആദ്യം തന്നെ ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ഉള്ളിയൊക്കെ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞിപ്പത്തലിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു പാനിൽ അതും വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും തന്നെ ഒന്നിച്ച് കുക്കായിക്കോളും. കുഞ്ഞിപ്പത്തലിലേക്ക് തേങ്ങയൊക്കെ അരക്കുന്നതുകൊണ്ട് ചിക്കൻ കറി ഞാൻ തേങ്ങ അരയ്ക്കാതെയാണ് ഉണ്ടാക്കുന്നത്. സവാളൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. ഇത് കുഞ്ഞിപ്പത്തലിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ അരച്ചെടുത്തതാണ്. കുഞ്ഞിപ്പത്തലിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ചിക്കൻ കറിയിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. കുഞ്ഞിപ്പത്തലിന്റെ മാവിലേക്കുള്ള തേങ്ങയുടെ അരപ്പാണ്. ഇനി അതിന്റെ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഈ സമയം കുഞ്ഞിപ്പത്തലിലേക്കും ചിക്കൻ കറിയിലേക്കുമുള്ള മസാലയും റെഡിയാവുന്നുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് റെഡിയാക്കുകയാണെങ്കിൽ കുറെ സമയമാവും. അപ്പൊ ഇതുപോലെ ഒന്നിച്ച് റെഡിയാക്കുകയാണെങ്കിൽ വേഗം തന്നെ പണിയൊക്കെ തീരും. ചിക്കൻ കറിയിലേക്കുള്ള തക്കാളിയൊക്കെ വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് 2 മിനിറ്റ് വഴറ്റണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. കുഞ്ഞിപ്പത്തലിലേക്കുള്ള മസാലപ്പൊടികളും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചെറിയ പീസാക്കിയിട്ടാട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പൊ രണ്ടിലേക്കുള്ള ചിക്കന് നന്നായിട്ട് കുക്കാവട്ടെ. ഈ സമയം നമുക്ക് പത്തൽ റെഡിയാക്കി എടുക്കാം. പത്തലിന് കുറച്ച് ടൈം വേണം കേട്ടോ, ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കാൻ. 2 പേരൊക്കെ ഉണ്ടെങ്കിൽ വേഗം റെഡിയാക്കാൻ പറ്റും. എൻ്റെ മോള് കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പൊ വേഗം തന്നെ തീർക്കാൻ പറ്റി. കുഞ്ഞിപ്പത്തലിലെ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം. തേങ്ങ നന്നായിട്ട് തിളച്ച് പച്ചച്ചവയൊക്കെ ഒന്ന് മാറണം. ഈ സമയം മല്ലിയിലയും കൂടെ ചേർക്കാം. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ്, ഗരം മസാല ഇവയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ കുഞ്ഞിപ്പത്തലിന്റെ മസാലയൊക്കെ റെഡിയായി. കുഞ്ഞിപ്പത്തൽ ഒന്ന് വേവിച്ചെടുക്കാം. 2 ട്രിപ്പായിട്ടാട്ടോ ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് ആവി വന്ന് കുക്കാവട്ടെ. ഈ സമയം ഞാൻ പുട്ടിനുള്ള പൊടി നനച്ചെടുക്കുകയാണ്. അപ്പൊ ഒരേ സമയം ചിക്കൻ കറി, പുട്ട്, കുഞ്ഞിപ്പത്തൽ എല്ലാം റെഡിയാവുന്നുണ്ട്. ചിക്കൻ കറിയൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്തിട്ട് വാങ്ങി വെക്കാം. കുഞ്ഞിപ്പത്തലും കുക്കായിട്ടുണ്ട്. ഇനി ഇത് മസാലയിലേക്ക് ചേർത്ത് 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിലേക്ക് ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ഇനി ഇതിലേക്ക് ചെറിയുള്ളി, കറിവേപ്പിലയൊക്കെ ഒന്ന് മൂപ്പിച്ച് വറവിട്ടെടുക്കുകയാണ്.
അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ചായ കൂടി ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പൊ ഗസ്റ്റ് ഹാപ്പി, നമ്മളും ഹാപ്പി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.